അലർജിയും പൊടികളുമായിട്ട് പൊതുവെ ബന്ധമുണ്ട് എന്നുള്ള ധാരണയുണ്ട്. എന്നാൽ അത് ഏത് പൊടിയായിരിക്കും? നമുക്ക് പൊടി ഇപ്പോൾ റോഡിൽ നിന്ന് പൊടി വരാം. നമ്മൾ പുറത്തു പോയി പിള്ളേർ ഗ്രൗണ്ടിൽ കളിച്ചാൽ അവിടെ പൊടി പൊങ്ങും. ഇനി ആ പൊടിയാണോ അത് വേറെ ഏതെങ്കിലും പൊടിയാണോ ശരിക്കും ഈ അലർജിക്ക് പ്രശ്നമാകുന്നത്? ശരിക്കും അലർജിക്ക് ട്രിഗർ ആവുന്നത് പുറത്ത് നമ്മൾ കാണുന്ന പൊടിയല്ല. വീട്ടിൽ നമ്മൾ വെറുതെ ഒരു അലമാരിയിൽ നമ്മൾ തുണി കുറേ നാൾ എടുക്കാതെ വെച്ചാൽ ആ തുണി എടുക്കുമ്പം നമ്മൾ നോക്കുമ്പോൾ അവിടെ പൊടിയൊന്നും കാണില്ല, പക്ഷെ നമ്മൾ തുമ്മാൻ തുടങ്ങും. പലരും തുമ്മാൻ തുടങ്ങാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ എടുക്കാത്തൊരു ബുക്ക് എടുക്കുകയാണെങ്കിൽ ആരാണെങ്കിലും കുറച്ച് നേരം ഒന്ന് തുമ്മിന്നിരിക്കും. അപ്പോൾ അവിടെ ഏത് പൊടിയാണ്? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഹൗസ് ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പൊടിയുണ്ടാവും. ഇതിനകത്ത് ഹൗസ് മൈറ്റ് എന്ന് പറഞ്ഞ ഒരു വളരെ സൂക്ഷ്മമായ പ്രാണി, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആ പ്രാണി ഇങ്ങനെ ചത്ത് കഴിയുമ്പം അതിൻ്റെ പൊടിയും ഉണ്ടാവും. ഈ പൊടിയാണ് ശരിക്കും ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് അലർജി ഉണ്ടെന്ന് കരുതുക, തുമ്മലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചെയ്യാവുന്ന, അതിൻ്റെ ആ തീവ്രത കുറയ്ക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം, കുട്ടി കിടക്കുന്ന മുറിയിലെ ബെഡ്ഷീറ്റ്, കർട്ടൻ ഇതൊക്കെ ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരിക്കലും മാറ്റി കഴുകുക. അല്ലെങ്കിൽ ബുക്കുകൾ എവിടെയെങ്കിലും കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്കെടുത്ത് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തട്ടിക്കളയുക. വാക്യൂം ക്ലീനർ ഉപയോഗിക്കുക. അങ്ങനെ പൊടി, ഈ ഹൗസ് ഡസ്റ്റ്, ഉള്ളിലുള്ള ഹൗസ് ഡസ്റ്റ് കഴിയുന്നതും കുറച്ചാൽ ആ കുട്ടിയുടെ ഈ അലർജിയുടെ ആ തീവ്രതയ്ക്ക് ഒരു ശമനം കൊണ്ടുവരാൻ സാധിക്കും.